ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അത് തന്നെയാണോ ഇത്? ഇനി ഇത് തന്നെയാണോ അത്? ആകെ കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഏറ്റവും സ്യൂട്ടായിട്ട് എൻ്റെ ഇന്ന കൂട്ടുകാരന് ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ അന്ത സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലേ, നമുക്കറിയാം മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കണ്ടാൽ ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ് എന്നുള്ള സത്യം ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കും. ഏതാണ് ആ സത്യം, ആരെ പറ്റിയാണ് സാർ പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നേരെ പോകാം. ഇങ്ങനൊരു സാധനം കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ 2n, ഈ 2n തന്നെയാണോ ഇനി n2 എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതും. ഓക്കെ മക്കളെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? ഈ 2n എന്ന് പറയുന്നതും n2 എന്ന് പറയുന്നതും രണ്ടാണോ, ഇനി ഇവർ ഒന്നാണോ എന്നുള്ളതാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്വതന്ത്രമായിട്ടുള്ള നൈട്രജനുകളെയാണ് നമ്മൾ 2n എന്ന് പറയുന്നത്. 2n അല്ലേ? ഇപ്പൊ 2n എന്നാൽ രണ്ട് നൈട്രജൻ, ഒരു നൈട്രജൻ ഒരു നൈട്രജൻ. ഇനിയിപ്പോ 3n എന്ന് പറഞ്ഞാലോ, ഇതാ 1 1 1. ഇനിയിപ്പോ 10 നൈട്രജൻ എന്ന് പറഞ്ഞാലോ, 10 നൈട്രജൻ കൂടെ എടുക്കുക. ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അല്ലെ, എണ്ണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ആറ്റങ്ങളെ കുറിച്ചാണ് അല്ലെ. അപ്പൊ 2n എന്ന് പറഞ്ഞാൽ 2 എണ്ണുകൾ. ഇനി 3n എന്നാൽ 3 നൈട്രജനുകൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ഇതിന്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കണേ, 2n എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. അതായത് ഇവിടെ 2 എണ്ണുകളുണ്ട് അല്ലെ, 2 എണ്ണുകളുണ്ട്. ഈ 2 എണ്ണുകളും പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പരസ്പരം കണക്റ്റഡ് ആണ്. ഓല അപ്പുറത്തെ പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലും അല്ല. ഇതങ്ങനെയല്ല. 2n എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് 2n 3n അങ്ങനെ പോകും. പക്ഷേ n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒന്നാണ്, അല്ലെങ്കിൽ 2 നൈട്രജനുകൾ കൂടി ചേർന്നിട്ട് ഒന്നായിട്ട് മാറിയതാണ് എന്നുള്ളതാണ് അർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ H2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ഹൈഡ്രജനുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കുടുംബം പോലെയാണ്. ആ കുടുംബത്തിനെയാണ് നമ്മൾ H2 എന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങളും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അഥവാ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിന്റെ അവസാനത്തെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ തരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം, അതേപോലെ തന്നെ തന്മാത്രകളുടെ അഥവാ മോളിക്യൂൾസിന്റെ എണ്ണം ഒക്കെ കാണാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല ഭംഗിയായിട്ട് മനസ്സിലായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ ഇപ്പം തന്നെ ഇത് ഇന്ന ആൾക്ക് അറിഞ്ഞുകൂടാ, ഇന്ന ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ അയച്ചു കൊടുക്കാം. ഓക്കെ, ഇനി മക്കളോട് പറയാനുള്ള കാര്യം, നമ്മുടെ സൂപ്പർ ബാച്ച് ഒക്കെ അങ്ങനെ അടിച്ച് പൊളിച്ച് പോകുന്നുണ്ട്. എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിനെ പറ്റി അറിയുന്നവരായിരിക്കാം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് അറിയുന്നവരോട് ചോദിക്കുക, എന്നിട്ട് വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ക്ലാസ്. നിങ്ങൾ ജോയിൻ ചെയ്തവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് എജുപോർട്ടിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. അടിപൊളി ക്ലാസ്. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്, ഇനി നിങ്ങൾ അടുത്ത വർഷങ്ങളിലേക്കൊക്കെ പോകുന്ന എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഇപ്പം ഞാനിവിടെ 8ാം ക്ലാസ്സിൻ്റെ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 8ാം ക്ലാസ്സിൽ വേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നുണ്ട്. അതും വെറും വളരെ മിനിമം എമൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബാച്ചിലേക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഒരുപാട് സർപ്രൈസുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പഠനം മാത്രമല്ല, ഒരുപാട് സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. വീണ്ടും കാണാം മക്കളെ. ഗുഡ് ബൈ.